അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലുള്ള പ്രിയപ്പെട്ട അധ്യക്ഷൻ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരന്മാരെ, ഏറെ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ചർച്ചയ്ക്കായി വഴിയൊരുക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് അവസരമൊരുക്കിയതിന് അവരഭിനന്ദിക്കുകയാണ്. പാലോളി കമ്മിറ്റി എന്നത് സത്യത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റിയുടെ ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വളർച്ചയ്ക്ക്, വികാസത്തിന് വഴിയൊരുക്കാൻ ഒട്ടേറെ കമ്മിറ്റികളും കമ്മീഷനുകളും നമ്മുടെ രാജ്യത്തുണ്ടായി. കാക്ക കലേക്കർ കമ്മീഷനും, ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷനും, നെട്ടൂർ കമ്മീഷനും ഇതൊക്കെ ഒരു വികാരമായിരുന്നു. കാരണം അതത് വിഷയങ്ങളിൽ നിയമവിദഗ്ധന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അടങ്ങുന്ന ഒരു കമ്മിറ്റി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത വിധമാണ് അതിൻ്റെ ഘടന. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളോട് ഒട്ടും താൽപ്പര്യം കാണിക്കാതിരിക്കുകയും 35 കൊല്ലം ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കയ്യിൽ കിട്ടിയിട്ട് മുസ്ലിങ്ങൾ ഏറ്റവും പിന്നോക്കമാണെന്ന് സച്ചാർ കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്ത ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ ശരിയല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എന്ന് മാത്രവുമല്ല, ആ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ട്. ആ താൽപ്പര്യങ്ങൾ എന്താണ്? ഏമാന്റെ ശമ്പളം തന്റെ വരുമാനത്തോടൊപ്പം കൂട്ടുന്ന കാര്യസ്ഥനെ പോലെ സച്ചാർ കമ്മിറ്റിയുടെ മറവിൽ കേന്ദ്രത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ അത് പാലോളിയുടെ അക്കൗണ്ടിൽ ആക്കിക്കളയാമെന്ന രാഷ്ട്രീയ തന്ത്രം കൂടി അതിലുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ തന്ത്രമാണ് സത്യത്തിൽ ഈ പാലോളി കമ്മിറ്റി. അല്ലെങ്കിൽ എം.ഐ. ഷാനവാസ് ചോദിച്ചൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ആ ചോദ്യം ഏതാണ്? ഈ കമ്മിറ്റി, സച്ചാർ കമ്മിറ്റി രാജ്യത്തിന് സമർപ്പിച്ച കോൺഗ്രസ് എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു? സച്ചാർ കമ്മിറ്റിയുടെ 3-ാം പേജിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് ആ കമ്മിറ്റിയിൽ പരാമർശിച്ചിട്ടുള്ളൂ. അത് മദ്രാസിലെ മുഹമ്മദ് ഇസ്മയിൽ എന്ന പേരിൽ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബാണെങ്കിൽ ആ പേരെന്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടി എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു? ഇത് രണ്ടും തിരിച്ചറിയുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ശരിയാണ് എന്ന് പിന്നീടുണ്ടായ അതിന്റെ നടപടിക്രമങ്ങൾ ഒന്നൊന്നായി തെളിയിക്കപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്നൊന്നും സച്ചാർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ല. സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശ വായിക്കുന്നവർക്ക് വ്യക്തമായി അറിയാം. ഒന്ന്, ഒരു നാഷണൽ ഡാറ്റാ ബാങ്കാണ്. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു നാഷണൽ ഡാറ്റാ ബാങ്ക് ഏറ്റവും ആധുനികമായ വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് സജ്ജമാകണം. രണ്ടാമത്, ആ ഡാറ്റാ ബാങ്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഒരു അസസ്മെന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കണം എന്നാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പകരം ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റി എങ്ങനെ ജന്മമെടുത്തു? ആ പൊളിറ്റിക്കൽ കമ്മിറ്റിയുടെ സാധ്യത അറിയണമെങ്കിൽ പൊളിറ്റിക്കൽ കമ്മിറ്റിയിൽ ചിലരൊക്കെ ഇവിടെ ഇരിക്കേണ്ടി വന്നെങ്കിലും വേറെ ചിലരൊക്കെ സ്ഥാനാർത്ഥികളെങ്കിലും ആയിക്കിട്ടി എന്നുള്ള ചില അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും ഇതിലൊന്നും ഉണ്ടായില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താ സത്യത്തിൽ ഇവിടെ നടന്നത്? ഇവിടെ പറഞ്ഞല്ലോ, ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ, ക്രെഡിബിലിറ്റിയെ തന്നെ സത്യത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പിന്നോക്ക സമുദായത്തിന് വേണ്ടി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ പ്രഥമമായ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിൽ രാജീവ് ഗാന്ധി 90-ൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കിയപ്പോ
കേരളത്തിൽ പിന്നോക്കം നിൽക്കുന്ന 6 ജില്ലകളെ തെരഞ്ഞെടുത്തിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്. ഈ 6 ജില്ലകൾ നിങ്ങൾക്കറിയാം ഇന്ന് ആ പട്ടികയിലില്ല. ഇന്ന് ആ പട്ടികയിലില്ലെന്ന് മാത്രമല്ല, ആ ജില്ലകളുടെ എണ്ണം വളരെയേറെ ചുരുങ്ങി. ഈ മൈനോറിറ്റിക്ക് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി 15 പരിപാടി ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ ഇന്ന് കിട്ടാൻ അർഹതയുള്ളത് വയനാട് ജില്ലക്കാർക്ക് മാത്രമാണ് എന്ന സത്യം നാം അറിയണം. ആരായതിന് ഉത്തരവാദി? ഞാനും PT റഹീം സാഹിബും അംഗമായ ഒരു കമ്മിറ്റിയുടെ നമ്മുടെ നോട്ടാണ് കഴിഞ്ഞ യോഗത്തിന്റെ. ഈ യോഗത്തിൽ ഇന്ന് ഏറ്റവും അടുത്ത ഞങ്ങൾ കഴിഞ്ഞ 11-ാം തീയതി ഒന്നിച്ചിരുന്ന അതിൽ പറയുന്നത്, വയനാട് ജില്ലക്ക് അനുവദിച്ച ന്യൂനപക്ഷ പാക്കേജ് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ കൂടി നടപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് സർക്കാരുമായി ആലോചിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടപടി അങ്ങനെ നീളുകയാണ്. 3.5 കൊല്ലമായി ഇതുവരെ നടപടിയിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ നടപടിയുടെ സവിശേഷതയാണ് ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. കാരണം നമ്മുടെ മറ്റ് ജില്ലകൾക്ക് ഇത് കിട്ടാനുള്ള ആനുകൂല്യം ലഭ്യമാകാനുള്ള സാഹചര്യങ്ങൾ വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമാണോ, അതോടൊപ്പം തന്നെയാണ് സ്കോളർഷിപ്പുകൾ. ഞങ്ങൾ ചോദിച്ചു, ഓരോ സ്കോളർഷിപ്പും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം പറയുന്നില്ല, കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ ഇത് വിനിയോഗിച്ചിട്ടുണ്ട് എന്നൊരു ഉത്തരം നൽകാൻ ഈ കഴിഞ്ഞ ആഴ്ച വരെ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന വ്യക്തമായ രേഖ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നോക്ക ന്യൂനപക്ഷ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ ഒന്നിച്ചെടുത്ത് പങ്കെടുക്കുന്ന യോഗത്തിലെ റിപ്പോർട്ടാണ്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? അവ കേന്ദ്രം തരുന്ന ആനുകൂല്യങ്ങൾ പോലും നമുക്ക് ലഭ്യമാകുന്നില്ല. അത് പോകട്ടെ, ഇവിടെ പറഞ്ഞല്ലോ സംവരണത്തിന്റെ കാര്യം. ഈ കൊട്ടിഘോഷിക്കുന്നവരോട് കേരളത്തിൽ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗത്തിന് ഉദ്യോഗരംഗത്ത് അർഹമായ സംവരണം ലഭ്യമാകേണ്ട ഒന്നായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധി. എന്താ വിധി? ഹൈക്കോടതിയുടെ വിധി. PSCയുടെ നിയമനം നടക്കുമ്പോൾ 50:50 എന്ന അനുപാതം പാലിച്ചിരിക്കണം. 50:50 പിന്നോക്കക്കാർ 50% ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ വലിയ പോരാട്ടം നടത്തിയല്ലോ. പോരാട്ടം നടത്തി കേരള സർക്കാർ അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. നമ്മൾ സുപ്രീം കോടതിയിൽ പോയപ്പോ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫണ്ട് നമ്മുടേതാണ്. അവര് നമുക്കെതിരെ പോയി. പബ്ലിക് സർവീസ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് മാത്രമല്ല, ആ കേസിൽ കേരള സർക്കാർ കക്ഷി ചേരണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ട് തീരുമാനിച്ച് ഒരു അഭിഭാഷകൻ അങ്ങോട്ട് അയച്ചു. അഭിഭാഷകനോട് സുപ്രീം കോടതി കേസ് വിധി പറയുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? അങ്ങനെ കേരള സർക്കാരിന് ഇത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ KSSRൽ ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം, ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണം. ഞാൻ ചോദിക്കട്ടെ, ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ഇതുവരെ സാധിച്ചോ? നിയമസഭയിൽ ആ കാര്യം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ഉന്നയിച്ച കോളിംഗ് അറ്റൻഷന് എനിക്ക് മറുപടിയായി പറഞ്ഞത് അത് ഗവൺമെന്റ് പരിഗണിച്ചു വരുന്നു, രാജേന്ദ്രബാബു കമ്മീഷൻ അത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ രാജേന്ദ്രബാബു കമ്മീഷൻ പറയുന്നത് ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്നാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, രാജേന്ദ്രബാബു കമ്മീഷന് ഇതുവരെ അങ്ങനെ ഒരു വിവരം കേരള സർക്കാർ കൊടുത്തില്ലെന്ന് മാത്രമല്ല, വേണമെങ്കിൽ ചട്ടം ഗവൺമെന്റിന് ഉണ്ടാക്കാമല്ലോ. 3000 കോടി രൂപ ഈ വർഷം നിങ്ങൾക്കറിയാം പെൻഷൻ ഏകീകരണത്തിന്റെ വഴി ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വരുമെന്ന് കണ്ടപ്പോൾ പെൻഷൻ ഏകീകരണത്തിന് വേണ്ടി PSC റാങ്ക് ലിസ്റ്റ് ഒന്ന് നീട്ടിക്കിട്ടണമെന്ന് PSCയോട് പറഞ്ഞപ്പോൾ PSCയുടെ ഫുൾ കോറം പറഞ്ഞു സാധ്യമല്ല, വേണമെങ്കിൽ ഗവൺമെന്റ് ചട്ടമുണ്ടാകട്ടെ. പിറ്റേന്ന് മന്ത്രിസഭാ യോഗം കൂടി ചട്ടമുണ്ടാക്കി PSC ഏൽപ്പിച്ച് ഇവർക്ക് ഈ 50% പിന്നോക്കക്കാരന്റെ സംവരണത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇത് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അപ്പൊ ഇവരിൽ നിന്ന് സംവരണത്തിന്റെ ആനുകൂല്യം ലഭ്യമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കാൻ പെടാപ്പാട് പെട്ടത് ആർക്കും അറിയാം. ഇവിടെ ആരാണ് ഇതൊക്കെ നോക്കാനുള്ളത്? വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഇനി പാലൊളിയല്ല ഏത് കമ്മിറ്റി ഉണ്ടാക്കിയാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്തൊരു അഫിഡവിറ്റ് കിടക്കുന്നുണ്ട്. ഏത് അഫിഡവിറ്റ്?
ഇവിടെ പിന്നോക്കക്കാരന്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള ന്യൂനപക്ഷങ്ങളില്ല. അത് ചെറുതല്ല. ന്യൂനപക്ഷ ജനവി പിന്നോക്കക്കാരുടെ അവകാശങ്ങൾക്ക് അർഹതയുള്ള ന്യൂനപക്ഷങ്ങളില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി കൊടുത്ത ഒരു അഫിഡവിറ്റ് കിടക്കുകയാണ്. ആ അഫിഡവിറ്റ് കേരള ഗവൺമെന്റ് തിരുത്തിയിട്ടുണ്ടോ? കോടതിയിൽ നിന്ന് പിന്നെ എങ്ങനെ അനുകൂലമായ വിധി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ ഇവരുടെ നിലപാടുകളുടെ പറഞ്ഞല്ലോ, ചില ഏജൻസികൾ വെട്ടിത്തുറന്ന് പറയാം. ഇവിടെ ചില രാഷ്ട്രീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. ഇവിടെ പറഞ്ഞു ചമ്മർവട്ടം പദ്ധതിയെക്കുറിച്ച്. ഞാനൊന്ന് തിരുത്തുകയാണ്. ചമ്മർവട്ടം പദ്ധതിയുടെ 3ാമത്തെ തറക്കല്ലാണ് സഖാവ് അച്യുതാനന്ദൻ ഇട്ടത് എന്ന കാര്യം അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരുപാട് കല്ലിട്ടിട്ടുണ്ട്. കരുണാകരൻ ഒരു കല്ലിട്ടു, അത് കഴിഞ്ഞ് ആന്റണി ഒരു കല്ലിട്ടു, പിന്നെ ഉമ്മൻചാണ്ടി ഒരു കല്ലിട്ടു, ഇപ്പൊ അച്യുതാനന്ദനും ഒരു കല്ലിട്ടു. അങ്ങനെ കല്ലിടുകയല്ലാതെ ഇത് പാലൊളി കമ്മിറ്റിയുടെ ശുപാർശയുടെ ഭാഗമായിട്ടല്ല ചമ്മർവട്ടം പദ്ധതി എന്ന കാര്യം ഞാൻ അങ്ങനെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പാലൊളി കളവ് പറയുന്നു. അല്ലാതെ ചമ്മർവട്ടം പദ്ധതി അതിൽപ്പെട്ടതല്ല. ചമ്മർവട്ടം പദ്ധതിക്ക് വർഷങ്ങൾ എത്രയായി? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ആരെയും. ചമ്മർവട്ടം പദ്ധതിയുടെ നിങ്ങളെ ഇവിടെ പരാമർശിക്കുമെങ്കിൽ ഞാനതിന്റെ തുടക്കം മുതലുള്ള മുഴുവൻ ഫയലും എന്റെ കയ്യിലുണ്ട്, ആദ്യം മുതൽ അവസാനം വരെയുള്ള. അപ്പൊ ചമ്മർവട്ടം പദ്ധതി വർഷങ്ങളായി നമ്മുടെ മലപ്പുറത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചല്ലോ, നമ്മോടൊക്കെയുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ. അലീഗറിന്റെ കാര്യം പറഞ്ഞു. അലീഗറിന്റെ കാര്യത്തിൽ KSIDCയുടെ സ്ഥലമുണ്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അത് കഴിഞ്ഞ പരിസരത്തുള്ള ഊരകത്തെ ജനങ്ങൾ യോഗം കൂടിയിട്ട് പറഞ്ഞു, ബാക്കി സ്ഥലം ഞങ്ങൾ തരാം, ഞങ്ങളുടെ മല വിട്ടുതരാം. എന്റെ ജില്ലാ ആസ്ഥാനത്ത് എയർപോർട്ടിനരികിൽ ആവശ്യമായ സ്ഥലം വിട്ടുതരാമെന്ന് ആ നാട്ടുകാർ പറഞ്ഞിട്ട് പോലും അതങ്ങ് ചേലാമലയിലേക്ക് പോയിട്ട് ഒരു നിയമക്കുരുക്കിലെത്തി ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. എവിടേക്കാണ് പോകുന്നത്? ഇവരുടെ താല്പര്യമാണ്. ഇതാ ഈ കത്ത് എനിക്ക് ഇന്ന് തപാലിൽ കിട്ടിയതാണ്. ഇതെന്താണ്? ഒരു വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് മലപ്പുറത്ത് സ്ഥാപിക്കാൻ ഞാൻ കൊടുത്ത കത്താണ് മന്ത്രി ബേബിക്ക്. ഉത്തരം നിങ്ങളൊന്ന് കേൾക്കണം. സൂചന കത്തുകളിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. AICTEയുടെ നിബന്ധന അനുസരിച്ച് വനിതകൾക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിന് 5 ഏക്കർ സ്ഥലം ആവശ്യമാണ്. കൂടാതെ ആദ്യ വർഷത്തേക്ക് വേണ്ടി 4500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടവും നിർബന്ധമാണ്. ഈ കെട്ടിട നിർമ്മാണത്തിന് ഏകദേശം 5 കോടിയോളം രൂപ ചെലവാകും. സ്ഥലം രജിസ്റ്റർ ചെയ്ത് അതിന്മേൽ പറഞ്ഞ കെട്ടിടം പണി കഴിപ്പിച്ചതിന് ശേഷം മാത്രമേ കോളേജ് ആരംഭിക്കുവാനുള്ള അനുമതിക്കായി അവരോട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതാണോ ഇതിന് കിട്ടേണ്ട മറുപടി? ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ സ്ഥലം കണ്ടെത്തേണ്ടത് ആരാണ്? ഞങ്ങൾ കണ്ടെത്തണോ? ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് ഗവൺമെന്റ് കോളേജിന് വേണ്ടി സ്ഥലം കണ്ടെത്തുകയോ? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഗവൺമെന്റ് പോളിടെക്നിക്കിനകത്തുള്ള സ്ഥലം 20 ഏക്കറോളം ഉണ്ട്, ഒഴിഞ്ഞു കിടക്കുന്നു. ആ സ്ഥലം ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കെട്ടിടങ്ങൾ അവിടെയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് മൈനോറിറ്റി തിങ്ങി താമസിക്കുന്ന ജില്ലകൾക്ക് അനുവദിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ് മലപ്പുറത്തിന് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇന്ന് വരെ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് ഇത്തരമൊരു വേദി ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് SIO ഇതുപോലൊരു വേദി ഒരുക്കിയപ്പോൾ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ കഴിഞ്ഞതുപോലെ ഇതുപോലൊരു പൊതുവേദിയിൽ ഇത് വെട്ടിത്തുറന്ന് പറയാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ മറ്റ് വിഷയങ്ങളൊക്കെ വളരെ സമർത്ഥമായി വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നും വരുന്നില്ല. അപ്പോ പിന്നോക്ക ന്യൂനപക്ഷത്തിന്റെ പിന്നെ അതോടൊപ്പം തന്നെയാണ് ജനാധിപത്യ പങ്കാളിത്തം. എന്താ ജനാധിപത്യ പങ്കാളിത്തത്തിന്റെ അവസ്ഥ? ഞാൻ ചോദിക്കട്ടെ, 50% വനിതാ സംവരണം എന്നല്ലോ വിനിതരായി എന്റെ പ്രസംഗം നിയമസഭയിൽ കേട്ടവരാണല്ലോ ഇവരൊക്കെ. 50% വനിതാ സംവരണം നടപ്പാക്കുമ്പോഴേക്കും ഞങ്ങൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ രേഖ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, 3 തവണ ജയിച്ചു വന്ന ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവരെയൊക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഏതെങ്കിലും പരമ്പരാഗതമായ രാഷ്ട്രീയ സ്വാധീനമുള്ള വീടുകളിൽ നിന്നെത്തിയവരാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവരാണ്, അല്ലെങ്കിൽ ഉയർന്ന കുലജാതരാണ്. പിന്നോക്കക്കാർ പിന്തള്ളപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് പിന്നോക്ക ജനവിഭാഗത്തിന് മതിയായ സംവരണം കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ സച്ചാർ കമ്മിറ്റിയുടെ സ്പിരിറ്റ് ജനാധിപത്യ സംവിധാനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് ഞാൻ പറഞ്ഞു.
നിങ്ങൾക്കറിയാം, അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനമെടുക്കണമെന്നില്ല. 50% വനിതാ സംവരണമുണ്ട്. സാമുദായിക സംവരണത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വേണ്ട, സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനമെടുക്കാനാവും. എന്തേ എടുക്കാതെ വന്നത്? ഇതൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കുറെ ആളുകൾ ഒത്തുകൂടിയിട്ട് ആ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ചോദിക്കട്ടെ എന്റെ സോളിഡാരിറ്റിയുടെ സഹപ്രവർത്തകന്മാരോട്, നിങ്ങൾ എത്ര പാലൊളി എന്ന് അടിച്ചുപ്പോ ഇതന്നെയാണ് അവർ പ്രതീക്ഷിച്ചത്. അവരാഗ്രഹിച്ചതും ഈ വാൾ പോസ്റ്റാണ്. തച്ചാറ് മാറിയിട്ട് പാലൊളിയാകണമെന്ന് ഈ ഒരു ലക്ഷ്യം മാത്രം. അതിനപ്പുറം ഒന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുക സച്ചാർ എന്നായിരിക്കും. രജീന്ദ്ര സച്ചാർ എന്ന് എഴുതിയാൽ അത് കോൺഗ്രസിന് നേട്ടമുണ്ടാകുമോ എന്ന് കരുതിയിട്ട് പാനൽ കമ്മിറ്റി എന്ന് എഴുതിയാൽ അത് തന്റെ അക്കൗണ്ടിലേക്ക് വരുമോ എന്നറിയാൻ വാൾ പോസ്റ്റ് അച്ചടിച്ചെങ്കിലും ലാഭം ഉണ്ടാകട്ടെ എന്ന് കരുതുന്നവരായി ഇവർ അധവദിച്ചിരിക്കുന്നു. അപ്പോ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗത്തിന് 10 കോടി രൂപ നീക്കി വെച്ചു. ഞാൻ മറുപടി ഒരുപാടുണ്ട്, നിയമസഭാ മറുപടികൾ തരാം മന്ത്രി എന്ന് തന്നെ. ആ 10 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു? ആ വിനിയോഗിച്ച രീതി നമുക്കറിയണം. ഇതൊക്കെ വിനിയോഗിച്ച രീതികൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അപ്പോ ഇവര് ഇതിന്മേൽ ശക്തമായ ഒരു നടപടികളും എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ജനവിഭാഗത്തെ വിഡ്ഢികളാക്കുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 35 കൊല്ലം ഒരു സ്റ്റേറ്റ് ഭരിക്കാൻ കിട്ടിയിട്ട് അവിടെ മുസ്ലിങ്ങളാരുടെ പിന്നോക്കാവസ്ഥ ഏറ്റവും മോശമാണെന്ന് പറയുന്ന ആളുകൾ ഇനി കേരളത്തിൽ തേനും പാലും ഒഴിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആട്ടുന്നിടത്ത് പോയിട്ട് പിണ്ണാക്ക് കൊടുക്കാത്തവൻ വീട്ടിൽ വന്നാൽ എണ്ണ കൊടുക്കും എന്ന് വിശ്വസിക്കാൻ അത്ര വിഡ്ഢികളല്ല ഞങ്ങളാരും. ഇതുവരെ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ നിലപാടുകൾ മനസ്സിലാക്കി ഇത്തരം സമീപനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തീർച്ചയായും ഇത് ഒരു ഒത്തുകൂടലാണ്, നടക്കട്ടെ, ഞങ്ങൾ ആരും വിരോധമില്ല. ഏത് കമ്മിറ്റി, ഇനി പാലൊളി കമ്മിറ്റി എന്നുണ്ട്. സാധാരണ നമ്മുടെ കാരണവന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആര് കുത്തിയാലും ശരി അരി വെളുക്കട്ടെ, ആര് കുത്തിയാലും ശരി അരി വെളുക്കട്ടെ. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, സച്ചാറ് കുത്തിയാലും പാലൊളി കുത്തിയാലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്നോക്കക്കാർക്ക് ആ ആനുകൂല്യങ്ങൾ കിട്ടുമോ? അത് കിട്ടിയിട്ടില്ല. അതാണ് ഇവിടെയുള്ള പൊതുവായി ഉയർന്നു വരുന്നൊരു ആവശ്യം, പൊതുവായി ഉയർന്നു വരുന്ന വികാരം. അപ്പോ നമ്മുടെ അലിഗറിന്റെ കാര്യത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും നമ്മുടെ ഈ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വളർച്ചയുടെ വികാസത്തിനാവശ്യമായ പ്രൈമറി പ്രവർത്തനങ്ങൾ പോലും ഇതുവരെ തുടക്കം കുറിക്കാനായിട്ടില്ല. ഇനി തുടങ്ങുമത്ര. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനുള്ള സമയമുണ്ടോ നിങ്ങൾക്ക്? ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ കേരളത്തിൽ ഒരു ഗവൺമെന്റിന്റെ കാലാവധി തീരുകയാണ്. ഇല്ല. ഇനി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? മലബാർ പാക്കേജിനെ കുറിച്ച് പറഞ്ഞു, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഞങ്ങളൊക്കെ നിയമസഭയിൽ പലതവണ ചർച്ച ചെയ്ത കാര്യമാണ്. ആ മലബാർ പാക്കേജ് എത്രമാത്രം നമ്മുടെ മലബാർ മേഖലക്ക് കഴിഞ്ഞ കാലങ്ങളിൽ, ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ ഒരൊറ്റ പാലത്തിന് നൽകിയിട്ടുള്ള പണം ഒന്നിച്ച് ഡിവൈഡ് ചെയ്ത് ജില്ലക്കാകെ നൽകിയിട്ടുണ്ടാകാം എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് ഗൗരവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ രൂപപ്പെട്ടു വരുമ്പോഴും ഇവിടെയൊക്കെ ഉണ്ടാകേണ്ടത് നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ശക്തിയെ സമാഹരിക്കാനുള്ള ഒരു മുന്നേറ്റമായി ഈ സെമിനാർ ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹൃദയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയമായ ഉഗ്ര പ്രസംഗം അല്ല, നേരെ മറിച്ച് പാലോളി കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കണം എന്നുള്ള ആവശ്യമാണ് ഈ കൂട്ടായ്മക്ക്, ഈ കൂടിച്ചേരലിനുള്ളത്. സംഘാടകർ എന്തിനാണോ ഈ കൂടിച്ചേരൽ ഉദ്ദേശിച്ചത് അതിനെ പിന്തുണക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്. ഞാൻ സോളിഡാരിറ്റി മുന്നോട്ട് വച്ചിട്ടുള്ള ഈ ആശയങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല ചർച്ച ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്.
മലപ്പുറം ജില്ല രൂപീകരണ സമയത്ത് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ താനൂർ കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട്ട് കലക്ട്രേറ്റിൽ നിരാഹാര സമരം നടന്നിരുന്ന ഒരു കാലം ഉണ്ട്. അതാണ് നമ്മുടെ രാഷ്ട്രീയ ചരിത്രം, അതാണ് നമ്മുടെ പൊതു സമൂഹത്തിന്റെ ചരിത്രം. അതാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഈ മലപ്പുറം ജില്ലയുടെ പ്രദേശത്തിന്റെ വികസനത്തിന് അത് എത്രമാത്രം ഉപകാരപ്രദമായി എന്ന് നമുക്കറിയാം. ഒരു വലിയ രാഷ്ട്രീയ സംഘടനയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് നടന്നു വന്ന ധാരാസിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്നത്തെ വലിയ കോലാഹലങ്ങൾക്കിടയിൽ. പക്ഷെ അന്നത്തെ ഗവൺമെന്റ് ഒരു സമവായ ചർച്ചയും കൂടാതെ മലപ്പുറം ജില്ല യാഥാർത്ഥ്യമാക്കി അത് ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടതാണ് അത് നടപ്പാക്കിയത്. മലബാറിലെ ആദ്യത്തെ സർവകലാശാല കോഴിക്കോട് സർവകലാശാല. ആ സർവകലാശാല രൂപീകരിച്ച് തറക്കല്ലിടുന്ന അവസ്ഥയിൽ ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ കൂടെ നിൽക്കാൻ അന്തരിച്ചു പോയ ബാഫക്കി തങ്ങൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അന്നും ഇതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തെല്ലാം കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു നമുക്കറിയാം. കോഴിക്കോട് സർവകലാശാലയുടെ ചിഹ്നത്തിന് മുകളിൽ ഒരു കോണിയുടെ അടയാളമുണ്ട്. അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിലെ പത്രമാധ്യമങ്ങൾ, ഈ രാജ്യത്തിലെ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒക്കെ ശക്തമായി എതിർത്തിട്ട് പോലും ആത്മാർത്ഥതയോടുകൂടി കോഴിക്കോട് സർവകലാശാല ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അന്നത്തെ ഗവൺമെന്റ് അത് അനുവദിച്ചത്. ആ രാഷ്ട്രീയ പശ്ചാത്തലം, ആ മനോഭാവത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് ഇന്നുള്ള മനോഭാവം എന്ന് കാണിക്കുന്നതാണ് സോളിഡാരിറ്റി ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ പാലോളി കമ്മിറ്റി ശുപാർശകളിൽ നിന്നും എടുത്തെഴുതിയിട്ടുള്ള ഒരു കാര്യം ഞാൻ വായിക്കുകയാണ്. രാഷ്ട്രത്തോട് യഥാർത്ഥത്തിൽ കൂറുള്ള ഏത് വ്യക്തിയും അംഗീകരിക്കേണ്ട രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, ജനാധിപത്യത്തിന്റെ അർത്ഥപൂർണമായ നിലനിൽപ്പ് സാമൂഹിക നീതിയുമായി ഇഴകിച്ചേർന്നിരിക്കുന്നു. രണ്ട്, വലിയൊരു ജനസമൂഹം വികസനത്തിന്റെ പിന്നോട്ടടിച്ചാൽ രാജ്യ പുരോഗതി തന്നെ അത് അവതാളത്തിലാക്കും. ഇക്കാര്യങ്ങളാൽ മുസ്ലിം പ്രശ്നം ഒരു ദേശീയ പ്രശ്നമായി തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. പേജ് 5 വളരെ വ്യക്തമായി ഇവിടെ സോളിഡാരിറ്റി അവരുടെ കൊച്ചു പുസ്തകത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോ, കോഴിക്കോട് സർവകലാശാല രൂപീകരിച്ചപ്പോ ഉണ്ടായിരുന്ന ഒരു മനസ്ഥിതിയിൽ നിന്ന് എത്രമാത്രം വിഭിന്നമായിട്ടുള്ള ഒരു കാര്യമാണ് പാലോളി കമ്മിറ്റി ശുപാർശകൾ നമുക്ക് മുമ്പിൽ വിൽക്കുന്നത്. നമ്മളിപ്പോ സോളിഡാരിറ്റി സമരം നടത്തുന്നത്, അല്ലെ സമരം നടത്താൻ പോകുന്നത് പാലോളി കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ശുപാർശയുണ്ട്. ആ ശുപാർശ കേരളത്തിലെ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട്, നിയമസഭയുടെ ഭാഗമായ നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ബേസിൽ നിന്നുകൊണ്ട് ഇത് വേണം, കാരണം ഇത് നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്, കേരള നിയമസഭയിൽ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ സാധിക്കും. ഇപ്പൊ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മതിയായിരുന്നു, പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വേണ്ട എന്നുള്ളൊരു പരാമർശം ഇവിടെ ഉണ്ടായി. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, സച്ചാറിനെ നിയമിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ റിപ്പോർട്ട് നടപ്പാക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനാണ്. അവരെ നടപ്പാക്കില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് കേരള ഗവൺമെന്റ് കേരളത്തിന്റെ പരിസ്ഥിതിക്ക് അനുസരിച്ച് എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വേറൊരു കമ്മീഷൻ വെച്ചത്. സച്ചാർ കമ്മീഷന്റെ സ്ഥിതി എന്താണ്? ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ചില ആളുകൾ ഇപ്പൊ പറയുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയതിന്റെ തെളിവായി ചില ആളുകൾ പറയുന്നത് സ്കോളർഷിപ്പ് കൊടുക്കുന്നു എന്നാണ്. പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബാലപാഠങ്ങളെങ്കിലും ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അവരുടെ പബ്ലിഷിംഗ് വിഭാഗം. അതിൽ പറയുന്നുണ്ട്, ബംഗാളിനെ പറ്റി പറയുന്നുണ്ട്, ബീഹാറിനെ പറ്റി പറയുന്നത്, അതൊക്കെ അതിൽ വായിച്ചാൽ മനസ്സിലാവും. ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ സച്ചാർ കമ്മിറ്റി പറയുന്നത് ഈ രാജ്യത്തിൽ, ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്.
ഇവിടെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ആൾക്കാണ്. ഇവിടെ എല്ലാവർക്കും കിട്ടും സ്കോളർഷിപ്പ്. പാർസിക്ക് കിട്ടും, ബുദ്ധന് കിട്ടും, ക്രിസ്ത്യാനിക്ക് കിട്ടും, മുസ്ലിമിന് കിട്ടും, സിഖുകാരന് കിട്ടും. അത് നാഗാലാൻഡിൽ പോയ ക്രിസ്ത്യാനികളാണ് 90% അവർക്ക് കിട്ടും. പഞ്ചാബ് പോയ സിഖുകാരാണ് അവിടെ 100% അവർക്ക് കിട്ടും. കേരളത്തിലെ 50% മുസ്ലിങ്ങൾ കിട്ടും, 50% ക്രിസ്ത്യാനിക്ക് കിട്ടും. ബുദ്ധന്മാരുടെ സ്ഥലത്ത് പോയ അവർക്ക് കിട്ടും. മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനാണ് ഈ ശ്രമം എങ്കിൽ അത് മുസ്ലിങ്ങളുടെ സംവിധാനം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കണ്ടേ? ഞാൻ വേറെ ആർക്കും കൊടുക്കുന്നതിനെതിരല്ല. പക്ഷേ ബാബരി മസ്ജിദ് തകർത്ത് താഴെയിട്ടപ്പം നരസിംഹറാവു കൊണ്ടുവന്ന ഒരു 15 പരിപാടിയുണ്ട്. അതിലാണ് മദ്രസകളൊക്കെ വരുന്നത്, മദ്രസ നവീകരണ പദ്ധതിയൊക്കെ വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന സ്കോളർഷിപ്പ് അത് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഉണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും പോയിട്ട് വല്ലതും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഈ രാജ്യത്ത് ഉന്നതമായ വിദ്യാഭ്യാസം നേടുകയും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന പാർസികൾക്കും സിഖുകാർക്കും ഒക്കെ കിട്ടുന്ന അതേ ആനുകൂല്യം തന്നെയാണ് ഈ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ കിട്ടുന്നത്. നമ്മളിത് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണരുത്. ഇത് എങ്ങനെ നമുക്ക് സാധിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബഹുമാനപ്പെട്ട MP ഇവിടെ സൂചിപ്പിച്ചു 44,500 കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, 1000 രൂപ കിട്ടുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ രാജ്യത്ത് നമ്മുടെ തൊട്ടടുത്ത സ്കൂളിൽ ആ സ്കൂളിൽ ഉള്ള പ്രധാന അധ്യാപകനോട് ചോദിച്ചാൽ മതി എത്ര പൈസ കിട്ടുമെന്ന്. എത്ര പൈസയാണ് സ്കോളർഷിപ്പ്? അതിന് അപേക്ഷാപം അഡ്മാഷിമാർ പൂരിക്കുന്നുണ്ടല്ലോ. 1000 ഉറുപ്പികയിലധികം കേരളത്തിലെ ഒരു കുട്ടിക്ക് കിട്ടാൻ അവകാശമുണ്ടോ? അവകാശമില്ല. അവകാശമില്ല. കാരണം ഒന്ന്, അഡ്മിഷൻ ഫീ ഫ്രം ക്ലാസ് 6 to 10 500 രൂപ അഡ്മിഷൻ ഫീസ്. ഹെഡ്മാഷ് എഴുതി കൊടുക്കും അഡ്മിഷൻ ഫീസ് വേണം. സബ്ജക്ട് ടു ആക്ച്വൽസ്, അതായത് യഥാർത്ഥത്തിൽ എത്രയാണോ അഡ്മിഷൻ ഫീസ് ആയിട്ടുള്ളത് ആ സംഖ്യ മാക്സിമം 500 രൂപ കൊടുക്കുന്ന. കേരളത്തിൽ ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ ഫീസ് ഉണ്ടോ? ഗവൺമെന്റ് സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിലുണ്ടോ? ഏതെങ്കിലും അധ്യാപകൻ എഴുതി കൊടുക്കുവോ? ഏതെങ്കിലും രക്ഷിതാവ് അപേക്ഷിക്കുവോ? രക്ഷിതാവ് ജയിലിൽ പോകണം, അതിന് കൗണ്ടറൻസൈസ് ചെയ്ത പ്രധാന അധ്യാപകൻ ജയിലിൽ പോകണം. ഒരാൾ എഴുതി കൊടുക്കൂല. അഡ്മിഷൻ ഫീസ് എല്ലാ അപേക്ഷയിലും എഴുതിയിരിക്കുന്നത് നിൽ എന്നാണ്. പിന്നെ ട്യൂഷൻ ഫീസ് 350 രൂപ ഒരു മാസം കിട്ടും. സബ്ജക്ട് ടു ആക്ച്വൽസ്, എന്താണോ ട്യൂഷൻ ഫീസ് അത്, അല്ലെങ്കിൽ 350 രൂപ. എന്താ ഹെഡ്മാഷ് എഴുതി കൊടുക്കുന്നത്? ട്യൂഷൻ ഫീസ് ഉണ്ടോ കേരളത്തിൽ ഏതെങ്കിലും സ്കൂളിൽ? ടെക്സ്റ്റ് ബുക്കിന് പൈസ ഉണ്ടോ ഏതെങ്കിലും സ്കൂളിൽ? ഈ സ്കൂളിലൊന്നും ഇതിന് ഒരു പൈസയും കേരള ഗവൺമെന്റ് വാങ്ങുന്നില്ല. കേരളത്തിൽ ഇതൊക്കെ സൗജന്യമാണ്. അതുകൊണ്ട് ഒരു ഹെഡ്മാഷും എഴുതി കൊടുത്തിട്ടില്ല ട്യൂഷൻ ഫീസ് ഉണ്ട്. ആ കോളത്തിൽ അവർ പൂരിപ്പിച്ചത് നിൽ എന്നാണ്. പിന്നെ കിട്ടാനുള്ളത് മെയിന്റനൻസ് അലവൻസ് വിൽ ബി പേബിൾ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിംഗ് 10 months ഇൻ എൻ അക്കാഡമിക് ഇയർ. ഒരു കൊല്ലത്തില് ഒരു മാസത്തിൽ 100 രൂപ വെച്ചിട്ട് 10 മാസത്തേക്ക് പൈസ കിട്ടും. മെയിന്റനൻസ് അലവൻസ് എല്ലാ മാഷുമാരും എഴുതി കൊടുത്തിട്ടുണ്ട് 1000 രൂപ. അത് കുട്ടിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കടലാസ്, ഇത് കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സംബന്ധിച്ചുള്ള അപേക്ഷാ ഫോമും അതിനത് കാര്യവുമാണ്. എന്നിട്ട് ഇത് വെച്ചുകൊണ്ടാണ് പറയുന്നത് 4500 രൂപ കുട്ടി കിട്ടുമായിരുന്നു, അത് 1000 രൂപ ആക്കിയത്. ബഹുമാനപ്പെട്ട MP-ന്റെ അമ്മോച്ചൻ തന്നെയാണ്. ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മുഹമ്മദ് ഹനീഷ് എന്ന് പറയുന്നത് പ്രസംഗിച്ച ബഹുമാനപ്പെട്ട MP-യുടെ ബന്ധുവാണ്, അദ്ദേഹം വരുവാനാണ്. എന്നാ മുഹമ്മദ് ഹനീഷിനോട് പോയി ചോദിച്ചാൽ പോരെ എന്തായിട്ട് സംഗതി. അദ്ദേഹം വളരെയധികം പണിപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെയൊക്കെ ഫണ്ട് കിട്ടുന്നുണ്ട്, പക്ഷെ കേരളത്തിലെ കുട്ടിക്ക് 1000 രൂപ മാത്രമേ കിട്ടാൻ അർഹത കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ പൈസ അങ്ങോട്ട് തന്നിട്ട് കുറെ ആളുകൾക്ക്, കുറെ കുട്ടികൾക്ക് കൂടി 1000 രൂപ കൊടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് അയാൾ നിരന്തരമായി ഡൽഹിയിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കി, കേരളത്തിന്റെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രാവശ്യം 61,000 സ്കോളർഷിപ്പ് അയാൾ വാങ്ങിക്കൊണ്ടുവന്നത്. അദ്ദേഹം കുറ്റം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മോച്ചനെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിലൊരു വിരോധവുമില്ല. അദ്ദേഹം വളരെയധികം പണിപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അങ്ങനെയുള്ള സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് ഇങ്ങനെ തെറ്റായ പ്രചരണങ്ങൾ, നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം, തെറ്റാണെന്ന് പറയണം. എന്നിട്ട് അതിന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുക. അല്ലാതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്.
രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത് അലിഗർ സർവകലാശാലയെ സംബന്ധിച്ചാണ്. അലിഗർ സർവകലാശാല ആരോ ഇങ്ങോട്ട് കൊണ്ടുതന്നതാണ്, അത് നമ്മൾ വാങ്ങുന്നില്ല കേരള ഗവൺമെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. അലിഗർ സർവകലാശാലയ്ക്ക് ഓഫ് ക്യാമ്പസ് സ്ഥാപിക്കും എന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന ഉടനെ അതിന് അപേക്ഷ സമർപ്പിച്ചുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഒന്ന് പശ്ചിമ ബംഗാളും ഒന്ന് കേരളവും. കേരളത്തിന് ചീഫ് സെക്രട്ടറി 2007 നവംബർ 11 ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിനും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിക്കും അപേക്ഷ സമർപ്പിച്ചു. ഞങ്ങളിത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് തരണം. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 2009 അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കോർട്ടും സിൻഡിക്കേറ്റും ഈ കാര്യം അംഗീകരിക്കുന്നത്. കേരള ഗവൺമെന്റിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ഇത് വെറുതെ ആരും ഇങ്ങോട്ട് തന്നിട്ട് വാങ്ങാത്തതല്ല. എന്നിട്ട് അതിന് കിട്ടിയ മറുപടി വളരെ വ്യക്തമായിട്ടുണ്ട്. ആരാ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു? സ്ഥലം കൊടുക്കണമെന്നും അലിഗർ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല, കൺസെന്റ് കൊടുക്കണമെന്ന് അവരുടെ കയ്യിലുണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ കത്ത്, കേന്ദ്ര ഗവൺമെന്റിന്റെ കത്ത് എന്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് കൺസെന്റ് കൊടുക്കണം എന്ന് മാത്രമാണ്. ഒരു കൺസെന്റ് കൊടുക്കണം. കോഴിക്കോട് സർവകലാശാല തുടങ്ങിയത് സ്ഥലം എടുത്ത് കെട്ടിടമുണ്ടാക്കിയിട്ടാ. കോഴിക്കോട് പോളിടെക്നിക്കിലാണ് അത് തുടങ്ങിയത്. കണ്ണൂർ സർവകലാശാല തുടങ്ങിയ എവിടെയാ? ഒരു താൽക്കാലിക കെട്ടിടത്തിലാ, അതിന്റെ ശേഷം സ്ഥലം എടുത്തത്. എല്ലാ സ്ഥാപനങ്ങളും തുടങ്ങുന്നത് അങ്ങനെയാ. ഇത് നഷ്ടപ്പെട്ടു പോകും എന്നാണ് ചില ആളുകൾ പറയുന്നത്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്. 11ാം പഞ്ചവത്സര പദ്ധതി എത്ര കൊല്ലുണ്ട് നിങ്ങൾ അക്കൗണ്ട് ചെയ്യാൻ മതി. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ നാളെ എങ്ങനെ അത് ലാപ്സ് ആകുന്നത്? ഇനി ഞാൻ നിങ്ങളോട് അത്ഭുതകരമായ ഒരു കാര്യം പറയാൻ പോവുകയാണ്. എന്റെ കയ്യിൽ എനിക്ക് തെളിവുണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി അലിഗർ യൂണിവേഴ്സിറ്റിയെ ഏറ്റെടുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തില് അവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അധികാര പരിധി എവിടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അലിഗർ പള്ളിയുടെ 25 കിലോമീറ്റർ ഉള്ളിൽ. അതിന്റെ പുറത്ത് ഒരു സ്ഥാപനവും തുടങ്ങാൻ ആ യൂണിവേഴ്സിറ്റി ഇന്നത്തെ നിലക്ക് അധികാരമില്ല. പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. കോഴിക്കോട് സർവകലാശാലയ്ക്ക് തിരുവനന്തപുരത്ത് സെന്റർ തുടങ്ങാൻ പറ്റുമോ? കേരള സർവകലാശാലയ്ക്ക് മലപ്പുറത്ത് സെന്റർ തുടങ്ങാൻ പറ്റുമോ? തുടങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാ കാരണം കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള ചില അധികാര പരിധികൾ ഈ യൂണിവേഴ്സിറ്റിക്കൊക്കെ ഉണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് എന്റെ കയ്യിലുണ്ട്. ആ കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലെ കാര്യങ്ങൾ കടക്കുന്നില്ല. അലിഗർ യൂണിവേഴ്സിറ്റിയുടെ 25 കിലോമീറ്റർ പരിധി എന്ന് പറയുന്നത് ആ പള്ളിയാണ്. എന്താ പള്ളി വെക്കാൻ കാരണം? ഇന്ദിരാഗാന്ധി ആ പള്ളി വെച്ചാൽ അലിഗർ ഇങ്ങനെ വികസിച്ചു പോകുമ്പോൾ 25 കിലോമീറ്റർ ഇങ്ങനെ നീണ്ടു പോകും. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? അലിഗറിലെ ജുമായത്ത് പള്ളിയുടെ 25 കിലോമീറ്റർ അതിർത്തി വെച്ചു. ആ പള്ളി അവിടെ നീങ്ങൂല, അതുകൊണ്ട് അതിർത്തി നീങ്ങൂല. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടിൽ മാറ്റം വരുത്താതെ അലിഗർ മുസ്ലിം സർവകലാശാലയ്ക്ക് ഒരു ഓഫ് ക്യാമ്പസും ഒരു സ്ഥലത്തും തുടങ്ങാൻ സാധിക്കില്ല. സ്റ്റാറ്റ്യൂട്ട് ഭേദഗതി ചെയ്യുന്ന എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? ഒരു നിർദ്ദേശവുമില്ല. ഒരു നിർദ്ദേശവും ഇതുവരെ വന്നിട്ടില്ല. നിയമം നിർമ്മാണം നടത്തണം, പാർലമെന്റ് നിയമം പാസ്സാക്കണം. ആ നിയമം പാസ്സാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നടപടി സ്വീകരിച്ചിട്ടില്ല. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ 5ാം വകുപ്പിൽ പറയുന്നത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, അധികാര പരിധിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതൊന്നും പറയാതെ സ്ഥലം എടുത്തു കൊടുത്തിട്ടില്ല എന്നാ. സ്ഥലം എടുത്തു കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, കൺസെന്റ് കൊടുക്കണമെന്നാ പറഞ്ഞത്. ഞങ്ങൾ റെഡിയാണ് എന്ന് പറയണം. അത് നമ്മൾ 2007 പറഞ്ഞിട്ടുണ്ട്. 2007 കേരള ചീഫ് സെക്രട്ടറി എഴുതിയ കത്തില് വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തേണ്ടതാണ്. ഇന്ന് വരെ അതിനുവേണ്ടി നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സച്ചാർ കമ്മിറ്റി മതിയായിരുന്നു, വേറെ കമ്മിറ്റി വേണ്ട എന്ന് പറഞ്ഞതിലൊന്നും അർത്ഥമില്ല. കാരണം സച്ചാർ കമ്മിറ്റി നടപ്പാക്കേണ്ടത് കേരള ഗവൺമെന്റിന്റെ ബാധ്യതയല്ല, അതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെയും ബാധ്യതയല്ല. ആ റിപ്പോർട്ട് ചോദിച്ചു വാങ്ങിയത് കേന്ദ്ര ഗവൺമെന്റാണ്. അത് നടപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സച്ചാർ കമ്മിറ്റി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള കുറെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ആർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല, വേറെ ആർക്ക് പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞതിലൊന്നും ഒരു അർത്ഥവുമില്ല. ആ റിപ്പോർട്ടിന് എന്താണ് പറയുന്നത്, അതിന് അന്തസ്സത്ത എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു, നരേന്ദ്രൻ പാക്കേജിനെ സംബന്ധിച്ച്.
നിരേത്രം പാക്കേജ് മുഴുവൻ കൊളാക്കിയ ആളാണ് ഈ പ്രസംഗിക്കുന്ന ആള്. നരേന്ദ്രൻ പാക്കേജ് മുഴുവൻ കുളമാക്കിയ ആളാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. ഒരു പ്രത്യേക സംഘടനയുമായി ചേർന്നുകൊണ്ട് NSSുമായി സമവായമുണ്ടാക്കിയിട്ടാണ്. ആ സമവായത്തിനാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൂഷ്യഫലങ്ങളൊക്കെ. അത് വലിയ കാര്യമെന്ന് പറയുന്നുണ്ടല്ലോ. ചിലർക്ക് കാര്യമുണ്ട്. മലബാർ മേഖല ഇല്ലാത്ത ചില ജാതികൾക്ക് മലബാർ മേഖലയിൽ ഇപ്പം NCA സീറ്റുകൾ കിട്ടുന്നുണ്ട്. ഞാനതിനെതിരല്ല. പക്ഷെ നമുക്ക് അനുഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അറബി തസ്തിക, അറബി കോളേജ് തസ്തിക, അറബി അധ്യാപകന്മാരുടെ തസ്തിക ഒന്ന് വെച്ച് അത് മുഴുവൻ കിട്ടുന്നതാ. അത് പോയി ഒന്ന് നിയമിക്കും, രണ്ടാമത്തേത് ഇഴവ, 3 കിട്ടും, 4 പട്ടികജാതി പട്ടികവർഗം, 5 കിട്ടും, 6 കിട്ടും, 7 കിട്ടൂല. 100 അറബി അധ്യാപക തസ്തികയിൽ ഇന്ന് PSC അപേക്ഷ ക്ഷണിച്ച് അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ 100-ൽ 50 നമ്മൾ ചുരുങ്ങി എന്നുള്ളതാണ് ആ പാക്കേജിന്റെ പ്രത്യേകത. ഇപ്പൊ പറയുന്നത് റൂള് മാറ്റണമെന്നാണ്. ആ റൂള് മാറ്റണം എന്ന് ഈ സമവായം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും കൂടി എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നു? സമവായം ഉണ്ടാക്കുമ്പോൾ ഓർമ്മല്ലേ ഇത്? ഈ 50-50 ആക്കണം സമവായം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം പൂർത്തിയായി, ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ചെയ്യാത്തതായ ഇടതുപക്ഷം ചെയ്യാൻ പോണ ഇപ്പൊ ഈ UDFന് ചെയ്യാം, മുസ്ലിം ലീഗിന്. ഞാൻ രാഷ്ട്രീയം പറയല്ല, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു മന്ത്രിസഭയ്ക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു റൂള് മാറ്റം ഇപ്പൊ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചാൽ, ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്യണം എന്ന് ശുപാർശ കൊടുത്തിട്ടുള്ള കമ്മിറ്റിയിൽ ഒരു അംഗമാണ് ഞാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുക? പശ്ചിമബംഗാളിൽ അങ്ങനെയാണ്. പശ്ചിമബംഗാളിൽ ഇന്ത്യ രാജ്യത്തെ മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ഏക സംസ്ഥാനം പശ്ചിമബംഗാളാണ്. ഞാൻ അവരെ ന്യായീകരിക്കുന്നല്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ല ഒന്നും ഞാൻ പറയില്ല. പക്ഷെ പശ്ചിമബംഗാളിനെ കണ്ടിട്ട് കേരളത്തിനെ അളക്കണ്ട. കേരളത്തിൽ നമ്മൾ ഇത്ര കാലം ഭരിച്ചു, എത്ര കാലം നമ്മൾ ഭരിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എത്ര +1 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ കൊടുത്തു? എത്ര ITCകൾ കൊടുത്തു? 45 ITCകൾ പുതുതായി മലപ്പുറം ജില്ലയിൽ കൊടുത്തു. 4000 +1 സീറ്റുകൾ കൊടുത്തു മലപ്പുറം ജില്ലയിൽ. ഇതൊന്നും പണ്ട് ആർക്കും ഓർമ്മയില്ലായിരുന്നോ? പണ്ട് ഇതൊന്നും ആർക്കും ഓർമ്മയില്ലാത്തതുകൊണ്ടാണോ? ഇല്ല. CBSEക്ക് അംഗീകാരം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ CBSEക്ക് എന്തുകൊണ്ട് അന്ന് അംഗീകാരം കൊടുത്തില്ല? അന്ന് എന്തുകൊണ്ട് അംഗീകാരം കൊടുത്തില്ല? അന്ന് കൊടുക്കാത്ത എല്ലാ വിഭാഗങ്ങൾക്കും ഇപ്പൊ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ കാരണങ്ങൾ അന്ന് കൊടുക്കാതിരുന്ന ആളുകൾക്ക് മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും ഗവൺമെന്റ് കൊടുക്കും. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. പക്ഷേ ഈ പാലോളി കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനമുണ്ട് എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഈ 5 ജില്ലകളിൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ഈ ഗവൺമെന്റ് മനസ്സിലാക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ, CBSE സ്കൂളുകൾക്ക് നോ ഒബ്ജക്ഷൻ കൊടുക്കുമ്പോൾ ഈ 5 ജില്ലകളിൽ മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുറെ കാര്യം ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. നമുക്ക് കൂട്ടായി ശ്രമിക്കാം ഈ കാര്യത്തിന് വേണ്ടി. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഒഴിവാക്കി ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകും. ആ കൂട്ടായ്മയിൽ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഏതെങ്കിലും ആളുകളെ പ്രകോപിപ്പിച്ച് ചെയ്തത് മറച്ചുവെച്ച് ചെയ്തത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഒരു 6 കാര്യം ചെയ്തു എന്ന് സോളിഡായിട്ട് പറഞ്ഞു പോയതിനാണ് ഇവിടെ വലിയ വിഷമം. 6 കാര്യം ചെയ്തു സോളിഡായിട്ട് ഇവിടെ അവർ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനല്ല, ചെയ്തത് ചെയ്തു എന്ന് പറയണം, എന്നിട്ട് ഇന്നതും കൂടി വേണം എന്ന് പറയണം. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയും സ്വന്തം കാര്യങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അലിഗർ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആക്ടിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ അത് കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകേണ്ടത്. സ്ഥലമെടുക്കുമ്പോൾ താമസമൊക്കെ വരും. ചേരാമലയിൽ സ്ഥലം എടുത്തായാലേ മിച്ചഭൂമി ഉണ്ടെന്നാ പറയുന്നത്. മിച്ചഭൂമി ഒരു കേസൊന്നുമല്ല. മിച്ചഭൂമി ആരുതാണെന്ന് വെച്ചാൽ അവർക്ക് പൈസ കൊടുത്താൽ മതി. ഗവൺമെന്റിനാണ് പൈസ കൊടുക്കണ്ട, പ്രൈവറ്റാണ് പൈസ കൊടുക്കണം. അത് വലിയൊരു കേസുണ്ട് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെ
വ്യവസായ വകുപ്പിന്റെ സ്ഥലം ഉണ്ട് എന്നാ പറയുന്നത്. വ്യവസായ വകുപ്പിന്റെ സ്ഥലം വ്യവസായത്തിന് എടുത്ത ഒരു സ്ഥലം വേറൊരു കാര്യത്തിന് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചത്. നിങ്ങളെടുത്തുന്ന ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലം ഗവൺമെന്റ് എടുത്താൽ ആ സ്കൂൾ ഉണ്ടാക്കുന്നില്ല, ആ സ്ഥലം ഉടമസ്ഥന് വിട്ടുകൊടുക്കണം എന്ന് സുപ്രീം കോടതിന്റെയും ഹൈക്കോടതിന്റെയും വിധിയുണ്ട്. ഇതിന്റെ മുകളിൽ കേസുണ്ടാവില്ല എന്നാരാ പറഞ്ഞത്? ഈ സ്ഥലം വിട്ടുകൊടുത്താൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പണം എടുത്തിട്ടുള്ളതാണ് പാണക്കാട്ടെ സ്ഥലം. അത് ഏതെങ്കിലും ഒരു പേരിന്റെ പ്രശ്നമല്ല. ആ സ്ഥലം എടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കൊണ്ടാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്തിട്ടുള്ള വ്യവസായ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതിനല്ലാത്ത ഒരു കാര്യത്തിനും അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൊടുത്ത ആളുകൾ കേസിന് പോകും. കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കൂല. അതുകൊണ്ട് കേരള ഗവൺമെന്റ് സ്വന്തമായി സ്ഥലം എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സ്ഥലം എടുത്ത് ആയെങ്കിൽ മാത്രമേ നിയമത്തിന് ഭേദഗതി വരുത്തൂ എന്ന് പറയുന്നതൊന്നും ശരിയല്ല. എല്ലാ കാര്യങ്ങളും യഥാവിധി നടക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ സാധിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചതുകൊണ്ട് ഈ സന്ദർഭം എനിക്ക് നൽകിയ സംഘാടകർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈൻ ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനായ അധ്യക്ഷൻ ജനാബ് മുജീബുർ റഹ്മാൻ സാഹിബ്, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ജനാബ് ആരിഫ് അലി സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഈ പാലോളി കമ്മിറ്റി ആണ് വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരേ ഒരു അംഗമാണ് സ്റ്റേജിലുള്ളത്. അപ്പം ഞാനാണ് പ്രതിക്കൂട്ടി. എനിക്ക് കൂട്ടായി ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ നിർഭാഗ്യകരമായ മരണവാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മാതാവിന് സ്വർഗീയ ജീവിതം നൽകുകയും അവരുടെ എല്ലാ പാകപ്പിഴകളും പൊറുത്ത് കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. സോളിഡാരിറ്റി എന്തിനാണ് ഒരു സമര പ്രഖ്യാപന സമ്മേളനം നടത്തുന്നത് എന്നും തുടർന്ന് പ്രക്ഷോഭ രംഗത്തിറങ്ങുന്നത് എന്നും അതിൻ്റെ വക്താക്കൾ ആധികാരികമായി നേരത്തെ തന്നെ നോട്ടീസിലൂടെയും പത്രസമ്മേളനത്തിലൂടെയും അറിയിച്ചത്. ഇപ്പോൾ ഈ യോഗം ആരംഭിച്ച ശേഷവും അധ്യക്ഷൻ ആ കാര്യം വളരെ സംക്ഷിപ്തമായിട്ടാണെങ്കിലും വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നിലും മുന്നിലും ഒരു രാഷ്ട്രീയവുമില്ല. സോളിഡാരിറ്റിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ലാത്ത പോലെ ഈ പ്രക്ഷോഭത്തിനും രാഷ്ട്രീയമില്ല. പക്ഷേ അരാഷ്ട്രീയവാദം എന്ന മറുവശവും അതിനില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ രാഷ്ട്രീയത്തിലൂടെയും രാഷ്ട്രീയപരമായും കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, നിലവിലെ ഏതെങ്കിലും മുന്നണിയോടോ ഏതെങ്കിലും സർക്കാരിനോടുള്ള വിരോധമോ വിധേയത്വമോ അല്ല ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിന്, ഒരു സമ്മേളനത്തിന്, സമരത്തിന് സോളിഡാരിറ്റിയെ പ്രേരിപ്പിച്ചത് എന്ന് അസന്നിഗ്ധമായി വിശദീകരിക്കപ്പെട്ട് കഴിയുന്നതാണ്. എനിക്ക് മുമ്പ് നടന്ന പ്രശ്നങ്ങളാവട്ടെ നല്ല അളവിൽ രാഷ്ട്രീയമായിരുന്നു. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. അവർ ഫുൾ ടൈം രാഷ്ട്രീയക്കാരാണ്. അവർ ഒരു കാര്യം കൈയാളുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ച് സംസാരിക്കണമെന്ന് പറയുന്ന നമ്മളാണ് വിഡ്ഢികൾ. അവർ രാഷ്ട്രീയമായി തന്നെ കാര്യങ്ങൾ പറയൂ. ഇതറിയാതെ ഒരു വിഡിത്തത്തിൽ സോളിഡാരിറ്റി ചാടിയതാവാനും സാധ്യതയില്ല. അവരുടെയൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുമ്പിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരഭിപ്രായം രൂപീകരിക്കാം എന്ന സാമാന്യമായ ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നും തന്നെ ആവണം അവരെയൊക്കെ ഇതിലേക്ക് ക്ഷണിച്ചത്. അതിലേക്ക് അവരെന്തെങ്കിലും അബദ്ധം കാണിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞിടത്തോളം കാര്യങ്ങളാകെ എൻ്റെ നിലപാട് വിശദീകരിക്കലൊന്നും എൻ്റെ ജോലിയുമല്ല. പാലോളി കമ്മിറ്റി അംഗത്തിൻ്റെ ജോലി അതല്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് പറയാം, പാലോളി കമ്മിറ്റി ഇപ്പോൾ നിലവിലില്ല. അത് കഴിഞ്ഞു, പിരിച്ചുവിട്ടു. അതതിൻ്റെ റിപ്പോർട്ട് കൊടുത്തതോടുകൂടി കഴിഞ്ഞു അതിൻ്റെ കഥ. 3 മാസമായിരുന്നു അനുവദിച്ചിരുന്നത്. ഒരു ദിവസം പോലും അധികം ചോദിക്കാതെ ചരിത്രത്തിൽ ഇന്ന് വരെ കഴിഞ്ഞ എല്ലാ കമ്മിറ്റികളും കൊല്ലങ്ങൾ നീളുക. നമ്മുടെ ബാബരി മസ്ജിദിന് 30 കൊല്ലത്തെ കഴിഞ്ഞിട്ട് പോകും. ഇങ്ങനെയുള്ള എല്ലാ കമ്മീഷനുകളിലും വ്യത്യസ്തമായിട്ട് 3 മാസം കൊണ്ട് കൃത്യമായി കൊടുത്ത ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് ഈ പാലോളി കമ്മിറ്റിയാണ്. അതിനുള്ള അവാർഡുകൾ തരികയാണെങ്കിൽ സ്വീകരിച്ചോളാം, ഇല്ലേ വേണ്ട. അതിലും അംഗത്വം സ്വീകരിച്ചപ്പോൾ തന്നെ പല ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാ അതിൽ അംഗമാകാൻ പോയത് എന്ന്. ഞാൻ അംഗമാകാൻ പോയതല്ല.
എന്റെ പേര് നിർദ്ദേശിച്ച് വന്ന സമയത്ത് ഉത്തരവാദപ്പെട്ടവരോട് ഞാൻ ആലോചിച്ചിരുന്നു, ഇതിൽ അംഗമാകുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ, ഞാൻ എൻ്റെ സമയം കളഞ്ഞ് ഇതിന് പോകുന്നതുകൊണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന്. വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഉത്തരവാദപ്പെട്ടെന്ന് ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയോ സോളിഡാരിറ്റിയുടെയോ ഉത്തരവാദപ്പെട്ട ആളുകൾ മാത്രമല്ല, മൊത്തമായി നമ്മുടെ സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട, ഏറ്റവും ഉത്തരവാദപ്പെട്ട ഇന്നലെ പറയാവുന്ന സംഘടനകളുടെയും പാർട്ടികളുടെയും ആളുകളും പറഞ്ഞത് പോകണം. എന്താണ് നടക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ അറിയണം, നമുക്ക് പറയാനുള്ളത് അവരോട് പറയണം. തീർച്ചയായിട്ടും അത്തരം ഒരു അവസരം നഷ്ടപ്പെടുന്നത് ബുദ്ധിയല്ല എന്ന് തന്നെയാണ് അഡ്വൈസ് ചെയ്തത്. ആ അടിസ്ഥാനത്തിലാണ് അതിൽ പങ്കെടുത്തത്. ചർച്ചകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയാൻ കഴിയും, ഒരു തരത്തിലുള്ള റിസർവേഷനും ഇല്ലാതെ തുറന്ന രീതിയിലുള്ള ചർച്ചകളായിരുന്നു കമ്മിറ്റിയിലുള്ളത്. എന്നാൽ എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടന്നപ്പോൾ മിക്കവാറും എല്ലാ സാമുദായിക സാംസ്കാരിക സംഘടന, പ്രാദേശിക കമ്മിറ്റികളടക്കം അവർക്ക് പറയാനുള്ള നിവേദന രൂപത്തിലൊന്നും തിരികെ മാത്രമല്ല സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം ചേർത്ത് വെച്ച് വളരെ വിശദമായി അവസാനം 2-3 ദിവസം യോഗം ചേർന്നാണ് റിപ്പോർട്ട് ചെയ്യാൻ. അത് മുഖ്യമന്ത്രി കൊണ്ടുപോയി സമർപ്പിച്ചു. അത് അദ്ദേഹം സ്വീകരിക്കുകയും ഇടത് മുന്നണി ഏകോപന സമിതിക്ക് അത് സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണത്തിന് കൊടുക്കുകയും ചെയ്തു. അവരത് സ്വീകരിച്ച് വലിയ ഭേദഗതിയൊന്നുമില്ലാതെ അംഗീകരിച്ചു. പിന്നീട് അത് ഗവൺമെന്റിന് വിട്ടു, അത് മന്ത്രിസഭ അംഗീകരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ. ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ്? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായും ആ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട്, ഭൂമികയിൽ നിന്നുകൊണ്ട് ഇനി പോരാടാം. നിങ്ങൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, 93 കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചല്ലോ. നിങ്ങളുടെ കാലാവധി അവസാനിക്കാൻ പോകാൻ ഇനി 2 കൊല്ലവും. അതിനിടയ്ക്ക് ഇത് നടപ്പാക്കിയേ പറ്റൂ എന്ന് ആർക്കും പറയാം. സോളിഡാരിറ്റിക്ക് മാത്രമല്ല, ഈ സമുദായത്തിന് മാത്രമല്ല, ഇവിടെ പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, ദുർബല വിഭാഗങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറയാം. അതിന് പറയാൻ ഒരു അടിസ്ഥാനമുണ്ടായി എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ കാണേണ്ടത്. പിന്നെ ചോദിക്കുന്നു, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ എന്തിനാ ഒരു പാലോളി കമ്മിറ്റി? പിന്നെ സച്ചാർ കമ്മിറ്റി തന്നെ പോരെ? വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ ചോദ്യം. ഞാൻ ആ കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് പറയല്ല, അതിന് മുമ്പേ പറഞ്ഞ കാര്യമാണ്. എന്താ സംഗതി? രജീന്ദ്ര സച്ചാർ കമ്മിറ്റി ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്തിന് മാത്രമായി ഒരു പാക്കേജും പ്രഖ്യാപിച്ചിട്ടില്ല. മൊത്തം ഇന്ത്യക്ക് വേണ്ടിയും ചില നിർദ്ദേശങ്ങൾ നൽകിയതല്ലാതെ ഒരു ആക്ഷൻ പ്ലാൻ അതിന്റെ കൂടെ ഇല്ല. ഇല്ലാത്ത അതിന്റെ കുറവുമല്ല, അവരെ ഏൽപ്പിച്ച പണിയല്ല അത്. കഴിഞ്ഞ 50 വർഷമായിട്ട് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷം എവിടെ നിൽക്കുന്നു എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് ഈ കമ്മിറ്റി നിശ്ചയിച്ചത്. അവരാ റിപ്പോർട്ട് പരമാവധി പണിയെടുത്ത് കൊടുക്കുകയും ചെയ്തു. കൊടുത്തു കഴിഞ്ഞാൽ പാർലമെന്റിന് മുമ്പാകെ അത് വെക്കേണ്ടത് ഗവൺമെന്റാണ്. ഇന്ന് വരെ വെച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ MI ഷാനവാസ് MP ആവുന്നതിന് മുമ്പ് 2 കൊല്ലം മുമ്പ് അതിന് പണിയെടുക്കാൻ തുടങ്ങിയ അന്നേ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങൾ MP ആവുമെങ്കിൽ നിങ്ങൾ ഇത് പാർലമെന്റിൽ വെപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. ഇതുവരെ വെപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് കുറ്റമല്ല, സാധിക്കില്ല. അവിടെ ആ പ്രശ്നം അതാണ്. അതായത് അത് പാർലമെന്റിൽ വരേണ്ട താമസം പാർലമെന്റിലെ BJP പ്രതിപക്ഷം അതിൽ നിന്ന് അനർഹമായ മുതലെടുപ്പ് നടത്തും എന്ന് സർക്കാർ ഭയപ്പെടുന്നു. ഇതാ പ്രശ്നം. മർമ്മതാണ്. നേരത്തെ അത് വെക്കാൻ പോയൊരു ഘട്ടത്തിലാണ് ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ദയവായിട്ട് ആ പ്രശ്നം ഇവിടെ ഉന്നയിക്കരുത് എന്നാണ് ബന്ധപ്പെട്ട MP-മാരോട് ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞത്. അന്ന് മിണ്ടാതിരുന്നു. ശിവൻ AK ആന്റണി, നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി, അദ്ദേഹവുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിൽ വരാത്തത്? അദ്ദേഹം പറഞ്ഞു, അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും വരുമെന്ന്. വന്നോ? വന്നില്ല. പാർലമെന്റിൽ അത് ചർച്ച ചെയ്തിട്ട് അതടിസ്ഥാനത്തിലുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടായാലല്ലേ നടപ്പാക്കാൻ പറ്റൂ. ആ സ്റ്റേജിൽ പോലും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എത്തിയിട്ടില്ല. ഇതിനർത്ഥം കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയോ മുസ്ലിം സമുദായത്തിന് വേണ്ടിയോ ഒരു ചൂക്കും ചെയ്യില്ല എന്നല്ല, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. മൗലാന ആസാദ് ഫൗണ്ടേഷന്റെ കീഴിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മതന്യൂനപക്ഷ ക്ഷേമത്തിന് മാത്രമായി ഒരു മന്ത്രാലയം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമല്ല. വേറെ കാര്യമാണ്. അതുകൊണ്ട് വേണ്ടതെന്നാണോ? അല്ല, തീർച്ചയായിട്ടും അതൊക്കെ വേണ്ടതാണ്. അത് നടപ്പാക്കേണ്ടതാണ്. അതിനോട് സഹകരിക്കേണ്ടതാണ്. നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടേണ്ടതാണ്. വിഷയം വേറെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലാതെ ദേശീയ തലത്തിൽ അത് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്, അതിൽ പറഞ്ഞ ശുപാർശകൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ നടപ്പാക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിട്ടുള്ള 11-അംഗ സമിതി നിശ്ചയിച്ചിരുന്നത്. അത് കേരളത്തിലല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇന്ന് വരെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.
കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, കൂട്ടായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ഒന്നും ഇങ്ങനെ ഒരു കമ്മിറ്റി നിശ്ചയിക്കുകയോ ശുപാർശകൾ സമർപ്പിക്കുകയോ പോലുമോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ കാണണം. അപ്പൊ അത്രയും ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ്, അതായത് കേരളത്തിൽ നടപ്പാക്കണമെന്ന് എന്ത് ലക്ഷ്യം വെച്ചാൽ, പിന്നെ സാധാരണ പറയേണ്ടത് ഇതൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചാണ് എന്റെ അഭിപ്രായമുണ്ട്. പക്ഷെ അവര് മാത്രമല്ല, സച്ചാർ കമ്മിറ്റി നിശ്ചയിച്ചതോ പരലോകത്ത് കൂലിയിട്ടാണ്. സച്ചാർ കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചത് സ്വർഗത്തിൽ പോകാനും അല്ലല്ലോ. അതും ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് തന്നെ ലക്ഷ്യമാക്കി ചെയ്ത പണിയാ. അങ്ങനെ ചെയ്യൂ രാഷ്ട്രീയക്കാര്. അത് വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് കാശിക്ക് പോവാം. അതുകൊണ്ട് അതൊക്കെ അവിടെ നടന്നോട്ടെ, അവരെ വോട്ട് ബാങ്ക് കിട്ടുമെങ്കിൽ എടുത്തോട്ടെ, അതൊക്കെ വേറെ കാര്യമാണ്. അതൊരാക്ഷേപമായി പറയാൻ പാടില്ല. അത് ഇടതായാലും വലതാണെങ്കിലും ഒക്കെ ചെയ്യും, വിഷയം വേറെ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തില് സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് പാലോളി കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ആ സംബന്ധിച്ചുള്ള ശുപാർശകളാണ് സമർപ്പിച്ചത്. അതിന് പക്ഷേ അത് നടപ്പാക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര വേഗതയോ ജാഗ്രതയോ ഇല്ല. അത് ഉള്ള സത്യമാണ്. അപ്പോൾ കാണിച്ച ആവേശമൊന്നും പിന്നെ കാണാനില്ല. അതിന് പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര ഗവൺമെന്റ് എന്തിന്റെ പേരിലാണെങ്കിലും പലപ്പോഴായി പ്രഖ്യാപിക്കുന്ന പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ പിന്നോക്ക സമുദായം അതിൽ ഉൾപ്പെടും. ഈ സമുദായത്തിനടക്കമുള്ള പദ്ധതികളെ യഥാസമയം കേരളത്തിലെ ജനങ്ങളെ, വിശേഷിച്ച് മുസ്ലിം സമുദായത്തെ അറിയിക്കുക. അങ്ങനെ അത് നിരന്തരമായി ഇവിടെ പ്രായോഗികമാക്കാനുള്ള ഒരു മെക്കാനിസം രൂപപ്പെടുത്തിയെടുക്കുക. ഇതിന് ഒരു വകുപ്പ് തന്നെ രൂപീകരിക്കണമെന്ന് പാലോളി കമ്മിറ്റിയുടെ ശുപാർശയാണ്. പക്ഷെ കാര്യക്ഷമമായി രൂപീകരിച്ചിട്ടില്ല. അതിന് എല്ലാ ജില്ലാ തലങ്ങളിലും കേന്ദ്രങ്ങൾ വേണമെന്ന് അതിനകത്ത് അനുബന്ധമായി പറയുന്നുണ്ട്. സംഭവം നടന്നിട്ടില്ല. തുടർന്ന് അങ്ങോട്ട് കാര്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ അതിന്റെ ഒരു പ്രതികൂലമായ സാഹചര്യം തന്നെ, സംശയമില്ലാത്ത കാര്യമാണ്. അത് തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വിഷയവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസപരമാണ്. അതോടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത്. എന്നാലും മലബാറിന്റെ പിന്നാക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മതിയായ അളവിൽ +2 സ്കൂളുകൾ അനുവദിക്കണം. മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ വിശദമായ പഠനം നടത്തി പ്രൈമറി വിദ്യാലയങ്ങളും ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളും ആരംഭിക്കണം. നമ്പർ 1. ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഹൈസ്കൂളുകളിൽ അതുടനെ ആരംഭിക്കണം. നിലവിലെ കോളേജുകളിൽ കൂടുതൽ ബിരുദ കോഴ്സുകളും അതുപോലെ തന്നെ അധിക ബാച്ചുകളും അനുവദിക്കേണ്ടതാണ്. നമ്പർ 3. മുസ്ലിം പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം. നമ്പർ 9. മലബാറിന്റെ ഭാഗമായ പ്രദേശങ്ങളിലും ആവശ്യമായ മറ്റിടങ്ങളിലും പഠനങ്ങൾ നടത്തി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ സ്ഥാപിക്കണം. നിലവിലുള്ള കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അധിക ബാച്ചുകളായി ആരംഭിക്കണം. നമ്പർ 13. നിലവിലുള്ള എല്ലാ ഹൈസ്കൂളുകളിലും ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ +2 കോഴ്സുകൾ അനുവദിക്കണം. ഇവയിലെ വിദ്യാർത്ഥി പ്രവേശനം സമ്പന്ന തത്വങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടായിരിക്കണം. നമ്പർ 16. കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൺഎയ്ഡഡ് CBSE സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് NOC നൽകണം. നമ്പർ 19. കേരളത്തിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾക്കും സഹകരണ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സൊസൈറ്റികൾക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കേണ്ടതാണ്. ഇത് നമ്പർ 24. ഒരു അറബി സർവകലാശാല കേരളത്തിൽ സ്ഥാപിക്കണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വല്ലതും ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈ അൺഎയ്ഡഡ് സ്കൂളുകളുടെ അംഗീകാര പ്രശ്നം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നു. അങ്ങനെ പറയപ്പെടുന്ന വളരെ പ്രത്യേകിച്ച് ഭരണമുന്നണിയോട് ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനയുടെ ശക്തമായ സമ്മർദ്ദം. പ്രൊട്ടക്ടഡ് അധ്യാപകന്മാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇനിയും നിങ്ങൾ ഈ സ്വകാര്യ മേഖലയിൽ സ്കൂളുകൾക്ക് അംഗീകാരം നൽകാൻ പോയാൽ പലതും അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും അത് അനുവദിക്കരുത് ശക്തമായ സമ്മർദ്ദം വരും. ഈ സമ്മർദ്ദം അതിജീവിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോ മന്ത്രിക്കോ സാധിക്കുന്നില്ല. അതേ അവസരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകിയേ മതിയാവൂ എന്ന് പാലോളി കമ്മിറ്റി അംഗീകരിച്ച കാര്യമാണ്. കമ്മിറ്റിയുടെ ഈ ശുപാർശ ഗവൺമെന്റും താത്വികമായും നയപരമായി അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അതുമായി മുമ്പോട്ട് പോകണ്ടേ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു 51 സ്കൂളുടെ കാര്യം പരിഗണിക്കുന്നു എന്നറിയുന്ന നല്ല കാര്യം. അതുപോലെ മദ്രസാധ്യാപകന്മാർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യം, അതുമായിട്ട് വളരെയേറെ ഗവൺമെന്റ് മുമ്പോട്ട് പോയിരിക്കുന്നു. തീർച്ചയായും അതിനെ അഭിനന്ദിക്കേണ്ടത്. അതിലെന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, തിരുത്തിക്കാം എന്നല്ലാതെ അതിനെ നെഗറ്റീവായി കാണേണ്ട ഒരാവശ്യവുമില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഈ ശുപാർശകളിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, അതായത് ഈ സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ തലക്കെട്ടിൽ താഴെ കൊടുത്തിരിക്കുന്ന തീവ്രവാദ വേട്ടയുടെ പേരിൽ മുസ്ലിം സമുദായത്തിൽ, ന്യൂനപക്ഷ സമുദായത്തിലെ നിരപരാധികളെ വേട്ടയാടുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ കാര്യത്തിൽ ഗവൺമെന്റ്
ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെന്റ് കഴിഞ്ഞ 1-2 സംഭവങ്ങൾ സ്വീകരിച്ച നിലപാട് നമ്മൾ ആലോചിക്കണം. ഒന്ന്, കേരളത്തിൽ നിന്ന് തീവ്രവാദികളെ ഭീകരമായ രീതിയിൽ റിക്രൂട്ട് ചെയ്ത് ആയിരക്കണക്കിൽ കശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ മീഡിയ വളരെ പോപ്പണ്ട ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദപ്പെട്ട മേധാവികളെ വിളിച്ചു ചേർത്ത് സർക്കാർ മന്ത്രി, അന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശ്രീ പാലോളിക്കായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ വിദേശത്ത് പോയ സന്ദർഭമായി. ആ സന്ദർഭത്തിൽ അതിനെപ്പറ്റി വസ്തുനിഷ്ഠമായ ഒരു അവലോകനം നടത്തി അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുകയില്ല, ഇതിന്റെ പേരിൽ ഒരു പ്രത്യേക സമുദായത്തെ വേട്ടനാതി ന്യായമില്ല എന്ന ആർജവത്തോടുകൂടി പറഞ്ഞത് നമ്മൾ തീർച്ചയായിട്ടും അനുസ്മരിക്കുന്നതാണ്. രണ്ടാമത്, ലവ് ജിഹാദിനെ സംബന്ധിച്ചുള്ള ഈ പോപ്പകണ്ട നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ DGP 2 ഘട്ടങ്ങളിലായിട്ട് കോടതിയിൽ കൊടുത്ത പ്രസ്താവനകൾ കണ്ടിട്ടില്ല. അതിലൊക്കെ അങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല, അതിനെന്തെങ്കിലും ധനസഹായം ലഭിക്കുന്നതിനും തെളിവുകളില്ല എന്ന് പറഞ്ഞതും ഗവൺമെന്റിന്റെ പോളിസിയുമായി കൂടി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോ ഒന്നും നടപ്പാക്കുന്നില്ല എന്ന് പറയരുത്, ചിലതൊക്കെ നടപ്പാക്കുന്നുണ്ട്. രണ്ടും നമ്മൾ കാണണം. മാന്തളുടെ കണ്ണ് എന്ന് പറയാറുണ്ടല്ലോ, ഒരു ഭാഗത്ത് മാത്രമേ ഈ മാന്തൾ മീനിന് കണ്ണുണ്ടാവുള്ളൂ അത്രേ, എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അങ്ങനെ ആയി പോരുതല്ലോ കണ്ണ്, 2 ഭാഗത്തും കണ്ണ് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോ ചിലതൊക്കെ അവർ ചെയ്ത്, പക്ഷെ ചെയ്ത് പോരാ എന്ന് പറയാം. ആ പോരാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് സംവരണം. സംവരണം എന്ന് പറഞ്ഞാൽ അതല്ല, സംവരണം നേരത്തെ ഇവിടെ ഉള്ളതാണ്. എന്താണ്? ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ നിശ്ചയിച്ചു തന്നെ ശ്രീമാൻ EK നായനാരുടെ ഗവൺമെന്റ്. അങ്ങനെ ആ നായനാർ ഗവൺമെന്റ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 18,000-ൽ പരം തസ്തികകളിൽ പിന്നോക്ക സമുദായങ്ങൾക്ക്, വളരെ വിശേഷിച്ച് മുസ്ലിങ്ങൾക്ക് 7,000-ൽ പരം തസ്തികകൾക്ക് 10 വർഷം കൊണ്ട് അവർക്ക് അർഹമായ തസ്തികകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നികത്താൻ നടപടികൾ എടുക്കണമെന്നുള്ളത് അതിന്റെ ശുപാർശകളിൽപ്പെട്ടതാണ്. 4.5 വർഷം 4 മുസ്ലിം ലീഗ് മന്ത്രിമാരും 1 കോൺഗ്രസ് മന്ത്രിയും അടക്കം 5 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്ന മന്ത്രിസഭ അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ ഈ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള ഒരു ശ്രമവും നടന്നില്ല. നടക്കാത്ത ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യില്ല. കാരണം മുസ്ലിം സൗഹൃദ വേദിയുടെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴൊക്കെ മുസ്ലിം ലീഗിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന്. അവർ പറഞ്ഞ് വെറുതെ വാക്കല്ലായിരുന്നു, അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഉള്ളത് പറഞ്ഞു കൊടുക്കണം. ഇതെന്താ സംഭവം? അവിടെ നാരായണ പണിക്കർ ഇരിക്കുന്നു, പരിശ്രമം അവിടെയാണ്. മനസ്സിലായില്ലേ? പെരുന്നയിൽ നാരായണ പണിക്കർ ആശാൻ ഇരിക്കുന്നു. പണിക്കരാശാരുടെ ആളാണ് രമേശ് ചെന്നിത്തല. ഇതൊക്കെ തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല, കാരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ല. മനസ്സിലായി? പിന്നെ ഉള്ളത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയാണ്, അങ്ങ് ഒരു സഭയുടെ നോമിനിയാണ്. അപ്പൊ മുന്നോക്ക സമുദായങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന അങ്ങേയറ്റത്തെ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് ഇത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ബാക്ക്ലോഗ് നികത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല. ഒടുവിൽ നിയമസഭയുടെ കാലാവധി തീരാൻ പോകുന്നു, ഇലക്ഷൻ നടക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അവതരിച്ചപ്പോഴാണ് ഒടുവിൽ ഒരു നരേന്ദ്ര കമ്മീഷൻ പാക്കേജ് എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അതിനകത്ത് ഇനി മേലിൽ നടക്കുന്ന നിയമനങ്ങളിൽ, PSC നിയമനങ്ങളിൽ ഇതുപോലെയുള്ള ബാക്ക്ലോഗ് ഇല്ലാതിരിക്കാനുള്ള നടപടി എടുക്കുന്നു പറയും. നല്ല കാര്യം, അത് എടുക്കാൻ പാടില്ല. നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് സാഹിബൊക്കെ അത് സംബന്ധിച്ചുള്ള ആലോചനകളിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ജനാബ് VT മുഹമ്മദ് ബഷീർ അത് സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അതിൽ പങ്കുവച്ചതായിട്ട് എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് അത്രയൊക്കെ ആയി, നല്ല കാര്യം. പക്ഷേ ഈ 7,000-ൽ പരം മുസ്ലിം തസ്തികകളും ബാക്കി 18,000-ഓളം വരുന്ന മൊത്തം പിന്നോക്ക വിഭാഗങ്ങളിൽ എത്തിയും കത്തോലിക്കരുണ്ട്, ധീവരുണ്ട്, വേറെ വരലുണ്ട്. അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന തസ്തികൾ നികത്താനുള്ള ഒരു നടപടി അതിനകത്തുണ്ടായില്ല. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, ഇതിന് ദയവായിട്ട് നരേന്ദ്രൻ പാക്കേജ് എന്ന് പറയരുത്, പ്രഖ്യാപിച്ചത് നല്ല കാര്യം, പിന്തുണ നൽകാം. എന്നാൽ ഇനി വരാൻ പോകുന്ന ഒരു ഗവൺമെന്റ് പോലും ഒരിക്കലും ഇത് ചിന്തിക്കില്ല, ഇതാണ് നരേന്ദ്രൻ കമ്മീഷൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മാതിരി പുതിയ LDF ഗവൺമെന്റ് വന്നു. പാലോളി കമ്മിറ്റിയുടെ മുമ്പാകെ ഈ പ്രശ്നം വന്നപ്പോൾ അത് മുഖ്യ ചർച്ചാ വിഷയമായി വന്നു. ഒടുവിൽ അതിൽ എഴുതി ചേർത്തു, അത് വളരെ പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 6 മാസത്തിനകം തന്നെ ഈ ബാക്ക്ലോഗ് നികത്തുന്ന അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാമെന്ന് ശുപാർശ സമർപ്പിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കേണ്ടതാണ്. 6 മാസം അതിന് അവധി കൊടുത്തത്. അത് പോസിറ്റീവായിരുന്നു. പക്ഷെ 6 മാസമല്ല, കൊല്ലം കഴിഞ്ഞിട്ട് സംഭവം നടക്കുന്നത് യാതൊരു ലക്ഷണവും ഇല്ല. അവിടെയും ആ ശക്തികൾ തന്നെ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ സാമുദായിക സംഘടിത ശക്തികൾ മറ്റ് സമുദായങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബാക്ക്ലോഗ് എതിർക്കുന്നതിന് ഈ ഗവൺമെന്റും ഭയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ മാത്രമല്ല, ഇവരും ഭയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. ആ ഭയപ്പാടിനെ ഇവർ നിലനിർത്തുന്നിടത്തോളം കാലം ഒരിക്കലും അതിന് നീതി ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല, വളരെ വ്യക്തമായിട്ട് ആ കമ്മിറ്റിയുടെ ചർച്ച നടന്നപ്പോഴും പറഞ്ഞു, അതിന്റെ പുറത്തും പറഞ്ഞു, ഒരൊറ്റ നായരുടെ തസ്തികയിൽ നിന്നും ഒരു നായരെയും പുറത്താക്കിയിട്ട് അവിടെ ഈഴവനോ മുസ്ലിമിനോ ലത്തീൻ കത്തോലിക്കനോ കൊടുക്കണമെന്ന് നമുക്ക് വാദമില്ല. ഒരൊറ്റ ക്രിസ്ത്യാനിയുടെയും തസ്തികയിൽ നിന്ന് അയാൾ ഒഴിവാക്കരുത്. അവരൊക്കെ അവിടെ സുഖമായി ജീവിക്കട്ടെ, പെൻഷൻ വാങ്ങട്ടെ, കുഴപ്പമില്ല. ഇനി വരാൻ പോകുന്ന തസ്തികകളിൽ കഴിഞ്ഞ കാലത്ത് അവർ
ഏതൊക്കെ സമുദായങ്ങളോടാണോ അനീതി കാണിച്ചത് അതിന്റെ ഒരു അനുപാതം ഒരു വെറും 5% ആയിക്കോട്ടെ, വെറും 5%. ഓരോ ഘട്ടത്തിലും 5% വീതമെങ്കിലും അതിനൊരു പ്രത്യേക പരിഗണന നൽകാം. അതിന് വേറൊരു നിയമ തടസ്സവുമില്ല. വെറും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമേ വേണ്ടതുള്ളൂ എന്ന് പട്ടികജാതി പട്ടികവർഗത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടും അതിനൊരു ശാപമുണ്ടോഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സോളിഡാരിറ്റി നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നരേന്ദ്രൻ കമ്മീഷൻ പാക്കേജ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറയുന്നതും ശരിയല്ല, ഇവര് ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നതും സത്യമല്ല. പാലോളി കമ്മിറ്റിയിൽ വ്യക്തമായിട്ട് അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്, താത്വികമായിട്ടുള്ളതായ ഒരു കാര്യമാണ്. പ്രയോഗ രംഗത്ത് അത് കൊണ്ടുവരേണ്ടത്. ഞാനിത് നീട്ടി പറയുകയല്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന പ്രശ്നത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കും. അതായത് ആര് ഭരിച്ചാലും കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലാണെങ്കിലും ഇവിടെ ഒരു തെറ്റായ ഫോബിയ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ന്യൂനപക്ഷ പ്രീണനം. ഒരു ന്യൂനപക്ഷ സമുദായക്കാരന് വഴി കാണിച്ചു കൊടുത്താൽ അത് പ്രീണനമാണെന്ന് പറയാൻ ചില ആളുകൾ ഇവിടെ ഇരിക്കുന്നു. അതാണല്ലോ പണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ BP സിംഗ് ഗവൺമെന്റ് ശ്രമിച്ചപ്പോ ഉത്തരേന്ത്യ കത്തുകല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണം തന്നെയാണ് അതിന് ബലിയാവേണ്ടി വന്നത് നമുക്ക് അറിഞ്ഞൂടെ? അങ്ങനെയാണല്ലോ ഈ പ്രശ്നം തന്നെ. രാമജന്മഭൂമി ക്ഷേത്രം BJPയും RSS കൊണ്ടുവന്നതിന് എന്തിനാ? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശരിക്കും പാരവെക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ? അങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് തയ്യാറാക്കിയത്? അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണിത്. അതായത് ഈ രാജ്യത്തിലെ പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ദേശീയ മുഖ്യധാരയിൽ ലയിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ പരിരക്ഷ ഭരണഘടന നൽകിയിട്ടുണ്ട്. ആ ഭരണഘടനയുടെ പരിരക്ഷ നടപ്പാക്കാനുള്ള പ്രായോഗിക നടപടികൾ ആര് സ്വീകരിച്ചാലും ഈ മുന്നോക്കക്കാരും സവർണജാതിക്കാരും മേൽക്കോമക്കാരും രംഗത്ത് വരും. അവരെ പേടിച്ച് മുട്ടുപറക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. അതിൽ വലിയ വ്യത്യാസമൊന്നും ആരും തമ്മിലില്ല. അവിടെ ആ പ്രശ്നം കിടക്കുന്നത്. അതിനാൽ ഞാൻ പറഞ്ഞു വരുന്നത്, കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ എന്നോ കാലഹരണപ്പെട്ടിരിക്കുന്നു. കൂട്ടക്കരച്ചിൽ നടത്തുന്ന കുട്ടികൾക്ക് പച്ചവെള്ളം കിട്ടുമോ എന്ന് തിരുത്തണം. അതിന് നമ്മൾ തയ്യാറുണ്ടോ ഇല്ലേ? സമുദായത്തിലെ ദുർബലരായ ആരായിരുന്നാലും കൊള്ളാം, മുസ്ലിം ഒന്നും വ്യത്യാസമൊന്നുമില്ല. ഏത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിശക്തമായി നടത്തണം. അതിന് കിട്ടിയ ആയുധമാണ് സാച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. അതിന് കേരളത്തിൽ കിട്ടിയ ആയുധമാണ് പാലോളി കമ്മിറ്റി റിപ്പോർട്ട്. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് ഈ വിഷയത്തിൽ മഗ്ന കാർട്ടയാവേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് 15% സംവരണം കൊടുക്കേണ്ടതാണ്. പോട്ടെ, 10% മൊത്തം കേന്ദ്ര ഗവൺമെന്റ് എല്ലാ തസ്തികകളിലും അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ആ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും നമ്മുടെ UPA ഗവൺമെന്റ് ധൈര്യം വന്നിട്ടില്ല. അവരാണ് വലിയ വീരവാദം വഴിക്ക് നടക്കുന്നത്. അത് പുറത്തുവിടാൻ പോലും അവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം. രാജ്യത്ത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു കൂടി എന്നാൽ ആലോചിക്കണം. നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളാണ് അവസാനം ആത്യന്തിക തീവ്രവാദ ഭീകരർ എന്നൊക്കെ പറയുന്നവരുടെ ഉപകരണങ്ങളായിത്തീരുന്നത്. ഇന്ത്യ രാജ്യം ഇന്ന് ഏറ്റവും നേരിടുന്ന വിപത്ത് എന്താണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നു. അത് മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നാണ്. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റുകൾ സജീവമാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലും ഛത്തീസ്ഗഡിലും ബീഹാറിലും ജാർഖണ്ഡിലും അവർ വളരെയേറെ സജീവമാണ്. അവരെ നേരിടാൻ ഇപ്പോൾ ഒരു പട്ടാളത്തെ ഇറക്കേണ്ട ഗതികേടിലേക്കാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാവോയിസ്റ്റുകൾ മുതലെടുക്കുന്നത് എന്തുകൊണ്ട്? രാജ്യത്തിലെ പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങൾ, ആദിവാസികൾ, ഗിരിവർഗക്കാര് അവരൊക്കെ രാജ്യത്ത് ജീവിക്കുന്നത് മനുഷ്യരാണെന്ന് പോലും അംഗീകരിക്കപ്പെട്ടില്ല. അത്തരം ആളുകൾ ഇത്തരം ആത്യന്തിക ശക്തികൾ കൂടെ വിളിച്ചാൽ പോവും. നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരായിട്ട് ഈ 15 കോടി വരുന്ന സമുദായത്തെ നിങ്ങൾ മാറ്റരുത്. അവരെ ഈ രാജ്യത്തിലെ മുഖ്യധാരയിലേക്ക് വരാൻ തയ്യാറുള്ളവരാണ്. അവർ ഇന്നുവരെയും ആയുധമെടുത്തില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. പക്ഷേ ആത്യന്തിക ശക്തികൾ അവരെ വഴിവെക്കാതിരിക്കണമെങ്കിൽ ഈ ഭരണഘടനയും ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണങ്ങളും ലോകത്തെല്ലാവർക്കുമായി അംഗീകരിച്ചിരിക്കുന്ന തുല്യനീതി, സാമൂഹ്യനീതി ഉറപ്പാക്കിയേ മതിയാവും. അതിലേക്കുള്ള വളരെ ചെറിയൊരു കാൽവെപ്പ് മാത്രമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. അതിലേക്കുള്ളൊരു മാർഗം മാത്രമാണ് പാലോളി കമ്മിറ്റി റിപ്പോർട്ട്. അതെങ്കിലും നടപ്പാക്കാനാവില്ലെങ്കിൽ ചരിത്രം തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്ന തിരിച്ചടി നൽകാൻ നിങ്ങളെ കൊണ്ട് എത്ര ആഘോഷിച്ചാലും സാധ്യത നടക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭത്തിനും സമരത്തിനും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.